ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നത് ഈവനിങ്ങിലെ ചെറിയ വിശേഷങ്ങളും പിന്നെ ഒരു റെസിപ്പിയുടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു ഗ്ലാസ് മൈദ എടുത്തിന്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിന്. ഇനി അതിലേക്ക് കുറച്ചായി ചൂടുവെള്ളം ചേർത്തിട്ട് നമുക്കതിനെ കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ചെടുത്താൽ മതി. അങ്ങനെ ഞാൻ ഇതിനെ കുഴച്ചെടുത്ത് ഒരു ഡോ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി നമുക്കതിനെ മൂടി വെക്കാം. ഇനി ഇതിലേക്കുള്ളൊരു ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചിന്. ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇവ അരിഞ്ഞ് കൊണ്ട് ചേർക്കുന്നു. ഇത് ചെറുതായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്കൊരു സവാള അരിഞ്ഞതും കൂടി ചേർക്കാം. സവാള ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കാബേജ് ചേർത്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 കോഴിമുട്ട പുഴുങ്ങിയെടുത്ത് കഷ്ണങ്ങളാക്കിയതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡിയായി. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച ഡോയെ നമുക്ക് ഓരോ ബോൾസാക്കി മാറ്റാം. ശേഷം അതിനെ ഓരോന്നും പരത്തിയെടുക്കാം. അങ്ങനെ ഓരോന്നും പരത്തിയെടുത്തതിന് ശേഷം നമുക്കതിനുള്ളിൽ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. അങ്ങനെ ഞാനിത് 2 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുത്തിന്. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ മടക്കിയെടുക്കാം. അപ്പോൾ 2 സൈഡും ഒന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളമാക്കി കൊടുത്തിന്. അങ്ങനെ ആകുമ്പോൾ ശരിക്കും തന്നെ ഒട്ടി നിന്നോളും. അപ്പോൾ ഇത് റെഡിയായി. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുത്തിന്. ഇനി ഞാനിതാ മറ്റൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചിന്. അങ്ങനെ ഓയിൽ നല്ലോണം ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു സൈഡ് കളർ ചേഞ്ച് ആയാൽ നമുക്കതിനെ തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും കളർ ചേഞ്ച് ആയാൽ നമുക്ക് അതിനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഒരു വ്യത്യസ്ത ഫില്ലിങ്ങോട് കൂടിയുള്ള നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിന്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഇതുപോലുള്ള ഫില്ലിങ്ങൊക്കെ കൊടുത്തിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക് യു, ബൈ ബൈ.